എന്തൂട്ട ഇവിടെ നിക്കണേ? അങ്ങോട്ട് പോടാ, അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? ഞാൻ കാസർഗോഡ്. ഇരിപ്പ് തന്നെ കുഴപ്പ. രോഗം ഇല്ലെന്നൊക്കെ പറയാൻ നോക്കും, പക്ഷെ വിടരുത്, ആ പ്രശ്നേ ഇല്ല. നീ പുറത്തല്ലേ, റൂമിലൊന്നൊരു ഗെയിം കളിച്ച. ഇപ്പൊ എന്താ പറഞ്ഞ? നീ പുറത്തല്ലേ, റൂമിലൊന്നൊരു ഗെയിം കളിച്ച. എടോ, കളിക്കാൻ അറിയില്ലെങ്കിൽ വരട്ടാനെങ്കിലും അറിയണം. അല്ല, റൂമിനകത്തുള്ള കളി വേറെ കളിയല്ലേ? അത് വേണ്ട, അത് കളിക്കണം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണം. നെയ്യപ്പം ഇഷ്ടമാണ്. നെയ്യപ്പം അങ്ങനെയൊന്നുമില്ല. എങ്ങനൊന്നുമില്ലാന്ന് നെയ്യപ്പം നല്ല നെയ്യപ്പം ഇഷ്ടമാണ്, നല്ല പൊങ്ങിയ നെയ്യപ്പം. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ആ നെയ്യപ്പം നീ കഴിക്കുമ്പോ നീ എങ്ങനെ കഴിക്കുക? ഒരു എക്സാമ്പിൾ കാണിച്ചല്ലോ, നെയ്യപ്പം നീ എങ്ങനെ കഴിക്കാതെ. എന്തും എവിടെ പറയാൻ നാണമില്ലാത്ത നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോടി. ഞങ്ങള് സാധാ നെയ്യപ്പം കയ്യിലെടുത്തിട്ട് എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. ഒന്നേ കൈ കൊണ്ട് ഇങ്ങനെ പിച്ച് ഇങ്ങനെ കഴിക്കും. മുലക്ക് പിടിച്ച് നിന്റെ അത്രയും പരിചയമില്ല, ഞാനൊന്ന് നോക്കട്ടാ. ഇല്ലേ ഒരുമിച്ച് ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. നീ മന്ദബുദ്ധീനെ പോലെ ആണെങ്കിലും ആള് വെള്ളവനാണല്ലോ. നാക്കുകൊണ്ട് തൊട്ട് പല്ലുകൊണ്ട് കടിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നെയ്യപ്പത്തിന് നോവാത്ത രീതിയിൽ ഇങ്ങനെ. കഴിക്കാൻ പാടില്ലല്ലോ, പല്ല് തട്ടാൻ പാടില്ല. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവിടെ തറവാട്ടുകാരി ആയിട്ട് അത് തന്നെ പറഞ്ഞ പല്ലുകൊണ്ട് മെല്ലെ കടിച്ച് നെയ്യപ്പത്തിന് സുഖിക്കണം. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാണ് പുല്ലേ. അല്ല, തലേ ദിവസം നെയ്യപ്പാണ് ഇഷ്ടം, ഫ്രഷുള്ള നെയ്യപ്പാണ് ഇഷ്ടം. അതെ, എന്നതാ നിന്റെ ഉദ്ദേശം? നിനക്ക് മനസ്സിലായില്ല, ഇത് മറ്റേ പുളിപ്പെഞ്ചി ഇഷ്ടല്ല, അത്ര പുളിപ്പെഞ്ചി ഇഷ്ടല്ലേ. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലേ. ഇപ്പൊ ഉണ്ടാകും ചൂട് നെയ്യപ്പല്ലേ, അങ്ങനെ ഇപ്പൊ ഇഷ്ടം. വല്ല ബസ് സ്റ്റാൻഡിലോ റോഡിലോ പോയിട്ട് പോരത് ആളെ കൊണ്ട് പറയിപ്പിക്കാൻ. ഇത് മുടി നടന്നു, അത്രയ്ക്ക് ആക്കിയിട്ടുണ്ട് ആ അവസ്ഥ.